എല്ലാവർക്കും RDX മല്ലു കിച്ചണിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയണേ നമ്മളാണെങ്കിൽ മീൻ പിടിക്കാൻ പോവാണ്. ഇപ്പം ഈ പ്രാവശ്യം ഒരു പ്രോപ്പർ ഫിഷിംഗ് ആയിരിക്കും, നിങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ ഇന്നാളൊക്കെ പോയത് ഞങ്ങൾ രാത്രിയില്ല, പക്ഷെ അത് ടെസ്റ്റിങ്ങിനും തന്നെയായിരുന്നു പോയത്. പക്ഷെ ഈ പ്രാവശ്യം ഞങ്ങൾ ഒരു കറക്റ്റ് ഫിഷിംഗ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ പുതിയ ചൂണ്ടയുടെ കൂടെ നമ്മൾ ഒരു ചൂണ്ടയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അത് ആണെങ്കിൽ അത് രണ്ടും ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളാണെങ്കിൽ നിങ്ങളെ പോണ വഴി എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം, പിന്നെ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഈ അയർലൻഡ് നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. ഇവിടെ കുറേ ഫാമൊക്കെ ഉണ്ട്. പിന്നെ നാട്ടിൽ എന്ന് പറയുന്ന അത്രയും ഫാമൊന്നും ഇല്ലല്ലോ, അപ്പം ഇവിടെ കുറെ ഫാമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നാട്ടിലത്തെ കൗസൊക്കെ നല്ല കൊമ്പൊക്കെ ഉള്ള ഒരു ഇച്ചിരി ചെറുതായിട്ടുള്ള, ഇവിടുത്തെ കൗസ് എന്നൊക്കെ പറയുമ്പം ഇങ്ങനെ അതിനാണെങ്കിൽ കൊമ്പൊന്നുമില്ല. പിന്നെ അത് നമ്മുടെ നാട്ടിലത്തെക്കാളും മുഴുത്തതാണ്. ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും, ഈ ലീഫിൻ്റെ ഒക്കെ കളറ് ഇങ്ങനെയാണ്. അപ്പം ഇതിപ്പം ഓട്ടം കഴിഞ്ഞ് വിൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഞാനാണെങ്കിൽ പണ്ടൊക്കെ UK പോയിട്ടുണ്ട്. എനിക്ക് തോന്നണേന്ന് പറയണേ UK മനോഹരമായ എന്തെങ്കിലും ആവത്തേല്ലേ ഗൈസ്, ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയണേ അയർലൻഡ് തന്നെയാണെന്ന് ഞാൻ പറയണേ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ഫിഷ് ചെയ്യാൻ കുറേ സ്ഥലമുണ്ട്, നല്ല സീസൊക്കെ ഉണ്ട്, കുറേ കടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ആണെങ്കിൽ കുറേ ആക്ടിവിറ്റീസൊക്കെ അയർലൻഡിൽ കിട്ടും കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് ലൈവ് ബൈറ്റ്സ് ആണ് നമ്മൾ കോർത്തിടാൻ പോണേ. അപ്പോൾ നമുക്കാണെങ്കിൽ മണ്ണേര പിടിക്കാൻ പോവാം. അപ്പോൾ ഗൈസ്, നമ്മളാണെങ്കിൽ ഇങ്ങനെ ഡിഗ് ചെയ്യണ സാധനം നമ്മളാണെങ്കിൽ എടുക്കാൻ മറന്നു പോയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന്. അപ്പം നമ്മൾ ഇന്ന് ആണെങ്കിൽ നമുക്കാണെങ്കിൽ ഒന്ന് നമ്മുടെ കമ്പൊക്കെ വെച്ചൊന്ന് കുത്തി എടുത്ത് നോക്കാം. അപ്പോൾ ചെറുതായി മഴ തൂളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്കൊരു മണ്ണേരയാണ് കിട്ടിയേക്കുവാണ്. നമ്മൾ ഈ ബോക്സിലോട്ട് ഇടുവാണ്. അപ്പോൾ ഗൈസ്, എൻ്റെ കൈ മൊത്തം ഇങ്ങനെയായി, ചെളിയായി. ഇത് ഇത്ര കിട്ടുള്ളൂ. ബാക്കി നമുക്ക് മീൻ കിട്ടുവാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്ന് എടുക്കാം കേട്ടോ ഗൈസ്. നമ്മുടെ മഴയൊക്കെ പോയിട്ടുണ്ട്. ഞാനാണെങ്കിൽ കൈയൊക്കെ ഒന്ന് കഴുകി. ഇനി നമുക്ക് ആ ഫിഷിംഗ് സ്പോട്ടിൽ ചെന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, നമ്മളാണെങ്കിൽ പൊക്കോണ്ടിരിക്കുകയാണ്. ഇച്ചിരി നടക്കാനൊക്കെ ഉണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മൾ അങ്ങേ സ്ഥലത്ത് ഒരു പാളം ഉണ്ട്. ആ പാലത്തേലാണ് നമ്മൾ ചൂണ്ടയിടണേ. ഞങ്ങൾക്ക് അവിടെ നിന്നൊക്കെ ഇച്ചിരി മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ അവിടെയാണ് ചൂണ്ടയിടണേ. കണ്ട ഗൈസ്, ഇതാണ് നമ്മൾ പറഞ്ഞ പാലെന്ന് പറയണേ. അപ്പം നമുക്ക് ഇങ്ങോട്ടേക്ക് നടന്നു വരാം. കണ്ട ഗൈസ്, ഇവിടെ വലിയ ആഴമൊന്നുമില്ല. അപ്പോൾ ഗൈസ്, പിന്നെ ആണെങ്കിലുണ്ടല്ലോ, ഞങ്ങൾ ഇന്നാള് വന്നേക്കാളും ഇച്ചിരി വെള്ളം കൂടിയെന്ന് തോന്നുന്നു. എന്നാന്ന് വെച്ചാൽ ഇന്നാളൊക്കെ ഞങ്ങൾ വന്നപ്പോൾ എന്ന് പറയുമ്പോൾ ഇതിൽ അത്രയും വെള്ളം പോലും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഈ മഴ കാരണം ഇവിടെ ഇച്ചിരി വെള്ളം കൂടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിൽ മണ്ണര ഒന്ന് കോർത്തിട്ട് നോക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാനിത് ഇട്ട് നോക്കുവാണ്.
ഗൈസ് നമുക്കാണെങ്കിൽ മീൻ കിട്ടുമെന്ന് നമുക്കൊന്ന് നോക്കിയിരിക്കാം. ഞാൻ എന്നാ തിരിക്കാത്തതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ലൈവ് ബൈറ്റ്സ് ആണ് കേട്ടോ ഗൈസ് ഇട്ടേക്കണേ. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ചൂണ്ടിടുന്ന പരിപാടിയൊക്കെ നമ്മളാണെങ്കിൽ പേഷ്യൻസ് ഒക്കെ വേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ പേഷ്യൻസ് ഉള്ള ആൾക്കാർ മാത്രമേ ഇങ്ങനെ ചൂണ്ടിയിടാൻ പാടുള്ളൂ കേട്ടോ ഗൈസ്. ഇല്ലെങ്കിൽ നമ്മളാണെങ്കിൽ എപ്പോഴും നമ്മളാണെങ്കിൽ ഇതെന്നെ കിട്ടട്ടെ എന്ന് നമ്മളിങ്ങനെ ഓർത്തോണ്ടിരിക്കും. ദൂരേക്ക് പൊളിച്ചെടുക്ക ഗൈസ്. നമുക്ക് ഇട്ട് വെച്ചേക്കാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം ഇട്ടേക്കണെന്ന് പറയണേ ലൈവ് ബാറ്റ്സ് ആണ്. അപ്പം ഈ ലൈവ് ബാറ്റ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ ഇട്ട് വെക്കുവാണ്. അപ്പം നമ്മുടെ അവിടെ കിടക്കുന്ന ആ ഫ്ലോട്ട് ഉണ്ടോ, അപ്പോൾ ആ ഫ്ലോട്ട് മീനും അപ്പോഴാണ് ഗൈസ് ഇങ്ങനെ മീൻ അടിക്കുന്നത്. അപ്പോൾ ഗൈസ് ഞങ്ങൾക്കാണെങ്കിൽ 5-6 പ്രാവശ്യം ഞങ്ങൾ ഇട്ട് നോക്കി ഗൈസ്. പക്ഷേ ഞങ്ങൾക്കൊരു മീനും അങ്ങനെ അങ്ങ് അടിക്കണില്ല. അതുകൊണ്ട് ഞങ്ങളാണെങ്കിൽ ഒന്ന് ഫുഡ് കഴിക്കുക കേട്ടോ ഗൈസ്. ഞങ്ങൾ വെൽ പാക്ക് ചെയ്തിട്ടേ കൊണ്ടുവന്നു. അപ്പോൾ ഗൈസ് ഇനി മീൻ കിട്ടാൻ വലിയ ചാൻസ് ഒന്നുമില്ല, നല്ല മഴയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാനാണെങ്കിൽ ഒരു നല്ലൊരു ഫിഷിങ് ഞാനൊരു അടുത്ത വീഡിയോയിലേക്ക് ഇട്ടേക്കാട്ടോ ഗൈസ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.